ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 30ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. സ ഏവേദം സസർജാഗ്രേ ഭഗവാനാത്മമായയാ സദസദ്രൂപയാ ചാസൗ ഗുണമയ്യാ ഗുണോ വിഭോ. സ ഏവേദം സസർജാഗ്രേ. സഹ എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ. ഏവേദം, ഏവ ഇതമാണ് ഏവേദം. ഇതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ, ഏവ എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ തന്നെ ഈ ലോകത്തെ സസർജാഗ്രേ, സസർജ അഗ്രേ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സസർജാഗ്രേ. സസർജ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, സൃഷ്ടി ചെയ്തു. അഗ്രേ എന്ന് പറഞ്ഞാൽ ആദിയിൽ, ഏറ്റവും ആദിയിൽ അങ്ങനെയുള്ള ആ ഭഗവാൻ തന്നെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, സൃഷ്ടി ചെയ്തു. ഭഗവാൻ ആത്മമായയാ, ഭഗവാൻ, ആ ഭഗവാൻ ആത്മമായയാ, തൻ്റെ തന്നെ മായ കൊണ്ട് സദസദ്രൂപയ, സത്ത് അസത്ത് രൂപയ, സത്തായിട്ടുള്ളതും അസത്തായിട്ടുള്ളതും രണ്ട് രൂപത്തെയും, കാര്യകാരണാത്മികതയും, കാര്യവും കാരണവും രണ്ട് രൂപത്തിലുമുള്ളത്. ഇവിടെ കാര്യം എന്ന് പറയുമ്പോൾ അത് സത്തായിട്ടുള്ള ഭാവമാണെങ്കിൽ കാരണം എന്ന് പറയുന്നത് അസത്തായിട്ടുള്ള രൂപമാകാം. ചാസൗ, ചാസൗ എന്നുള്ള ച അസൗവാണ്. അസൗ എന്ന് പറഞ്ഞാൽ ആ എന്നുള്ള അർത്ഥത്തിൽ. ഗുണമയ്യ ഗുണോ വിഭോ. ഗുണമയ്യ അഗുണഃ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗുണമയ്യ ഗുണോ. ഗുണമയ്യ എന്ന് പറഞ്ഞാൽ ഗുണരൂപമായിട്ടുള്ളതും, അഗുണ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളെ കടന്നവനും, വിഭു എന്ന് പറഞ്ഞാൽ ഭഗവാൻ, ആ സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ. അതായത് ഇവിടെ കാര്യത്തിനും കാരണത്തിൻ്റെയും രൂപത്തിൽ ഉള്ളതും രണ്ടും ഭഗവാൻ തന്നെയാണ്. സത്തും അസത്തും ഭഗവാൻ തന്നെയാണ്. അതുപോലെ ഗുണരൂപത്തോടു കൂടിയതും ഗുണങ്ങളെ കടന്നവനും ഭഗവാനാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ തൻ്റെ തന്നെ മായ കൊണ്ട് ഭഗവാനെ അവിടുന്ന് തന്നെ ആദിയിൽ, ഏറ്റവും ആദിയിൽ അവിടുന്ന് തന്നെ ഈ ലോകത്തെ സൃഷ്ടിച്ചു. ഏറ്റവും ആദിയിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദിയിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഭഗവാൻ മാത്രം. എല്ലാം തിരികെ ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞാലും ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ അതുകൊണ്ട് തന്നെ ഭഗവാൻ ആദിയുമില്ല അന്തവുമില്ല. നടുക്ക് ഈ കാണുന്നതൊക്കെയും ആദ്യന്തങ്ങളുടെ പരിമിതിക്കുള്ളിൽ, ചങ്ങലയ്ക്കുള്ളിൽ ബന്ധിതരായിട്ടുള്ളവരാണ്. ഭഗവാൻ സർവവ്യാപിയാണ്, എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒരു ആദിയോ അന്തമോ പറയുവാൻ കഴിയുകയുമില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഈ ജീവനിലൂടെ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ചൈതന്യത്തിൻ്റെ ആദിയും അന്തവും മനസ്സിലാക്കുവാനും നമുക്ക് കഴിയില്ല. നമ്മളൊരു കടലിൻ്റെ സമീപം പോയി നിന്ന് നോക്കിയാൽ ആ കടൽ എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്ന് പറയുക സാധ്യമല്ല. ആകാശത്ത് നോക്കിയാൽ അതിൻ്റെ തുടക്കവും ഒടുക്കവും പറയുക സാധ്യമല്ല. അപ്പോൾ ഈ ആകാശവും കടലും എല്ലാം നിലകൊള്ളുന്ന ഈ പ്രപഞ്ചം ഒന്നാകെ നിലകൊള്ളുന്നത് യാതൊന്നിലാണോ അതിനെ എങ്ങനെയാണ് നമുക്ക് ആദ്യമോ അവസാനമോ കാണാനാവുക? അപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഇതുപോലെ എത്രയോ തലമുറകൾ, എത്രയോ യുഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഇനിയും വരാനും ഇരിക്കുന്നു. ഇതൊക്കെ ഉള്ളപ്പോഴും ഇതിനു മുൻപും ഇതിനു ശേഷവും ഒക്കെ ഉള്ളത് ആ ഒരേ ഒരു ചൈതന്യമാണ്. സർവവ്യാപിയായിട്ടുള്ള ആ ഭഗവാൻ തൻ്റെ തന്നെ മായ കൊണ്ട്, തൻ്റെ ഒരു ലീല പോലെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച് അതിനെയൊക്കെ അങ്ങനെ വേണ്ട വിധത്തിൽ നിലനിർത്തി. അതാതിൻ്റെ കർമ്മ പ്രാരബ്ധങ്ങൾക്കനുസരിച്ച് അവയ്ക്ക് വേണ്ട സാഹചര്യങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയി പ്രാണനെ ഒടുവിൽ
ആ ജീവൻ ഏതൊക്കെ ശരീരത്തിലൂടെ കടന്നുകൊണ്ട് ആ പ്രാണനോടൊപ്പമുള്ള പ്രാരബ്ധങ്ങളെയൊക്കെയും അതിൻ്റെ ജീവിതയാത്രയിലൂടെ ഓരോരോ ഘട്ടങ്ങളിലൂടെ കടത്തിവിട്ട് അതിനെ ആ പാപങ്ങളെയൊക്കെ കഴുകിക്കളഞ്ഞ് പരിശുദ്ധമാക്കി ഒടുവിൽ തന്നിൽ തന്നെ ഭഗവാൻ ലയിപ്പിക്കുന്നു. അപ്പോൾ ഈ ജഗത്തിൻ്റെയൊക്കെ ആദ്യന്തരഹിതനായിട്ടുള്ള ഭഗവാനാണ് ഈ നമുക്ക് ഇപ്പോൾ ഈ ജീവനിൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടും അറിയുവാൻ കഴിയാത്തതായിട്ടുള്ള ആദിയും അന്തവുമുള്ള ഈ ലോകത്തെ സൃഷ്ടിച്ചതും ഭഗവാൻ തന്നെയാണ്. ഭഗവാനാകട്ടെ എല്ലാ ഗുണങ്ങളെയും 3 ഗുണങ്ങൾക്കും അതീതനാണ്. സത്വരജസ്തമോ ഗുണങ്ങൾക്കും ഉപരിസ്ഥിതനായിട്ടുള്ള ഭഗവാൻ, മറികടന്നവനായിട്ടുള്ള ഭഗവാൻ ഈ കാര്യകാരണ ഭാവത്തെയൊക്കെ അവലംബിക്കുന്ന സ്വഭാവത്തോടുകൂടി ഇരിക്കുമ്പോഴും ഗുണാതീതനും സർവവ്യാപിയുമായിട്ട് ഈ ലോകത്തെ മുഴുവൻ തൻ്റെ മായ കൊണ്ട് സൃഷ്ടിച്ച് രമിപ്പിച്ച് ലയിപ്പിക്കുമ്പോഴും അതിലിരുന്നു കൊണ്ടും ഇതിനൊക്കെ അതീതനായി വർത്തിക്കുന്നവനാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സ ഏവേദം സസർജാഗ്രേ ഭഗവാനാത്മമായയാ സദസദ്രൂപയാ ചാസൗ ഗുണമയ്യാ ഗുണോ വിഭോ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭഗവാൻ ആത്മമായയാ, പദം പിരിക്കണ്ട, നായുടെ ആകാരം നീട്ടിയെടുത്താൽ മതിയാകും. അതുപോലെ സത് അസദ് രൂപയാ, സത് അസത്ത് രൂപയാണ്. അതുകൊണ്ട് തന്നെ സത് അസദ് എന്ന് പറയുമ്പോൾ ദായുടെ ആകാരം അസത്ത് എന്നുള്ളത് ആകാരം കൊടുത്തു വായിക്കുക. അതുപോലെ സത് അസദ് രൂപയ, അവിടെ രൂപയ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ഗുണമയ്യ അഗുണോ വിഭോ, അവിടെ അകാരം നീട്ടിയെടുക്കണം, വിശ്ലേഷണമുണ്ട്. ഗുണമയ്യ അഗുണാണ്, പദം പിരിക്കേണ്ട, അകാരം നീട്ടിയെടുത്താൽ മതിയാവും. അതേപോലെ തന്നെ വിഭോ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 31-ാമത്തെ ശ്ലോകമാണ്. തയാ വിലസിതേഷ്വേഷു ഗുണേഷു ഗുണവാനിവ അന്തഃ പ്രവിഷ്ട ആഭാതി വിജ്ഞാനേന വിജൃംഭിത. തയാ വിലസിതേഷ്വേഷു, തയ എന്ന് പറഞ്ഞാൽ അതിനാൽ, ആ മായയാൽ, വിലസിതേഷ്വേഷു, വിലസിതേഷു യേശു, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് വിലസിതേഷ്വേഷു. വിലസിതേഷു എന്ന് പറഞ്ഞാൽ ആ മായയാൽ ഉത്ഭവിച്ചതായിട്ടുള്ള, അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള, യേശു ഈ ഗുണേഷു ഗുണങ്ങളിൽ, ഗുണവാനിവ ഗുണവാൻ ഇവ, ഇങ്ങനെ 2 വാക്കുകളാണ് അവിടെ. ഗുണവാനിവ, ഗുണങ്ങളിൽ, ഗുണവാൻ എന്ന് പറഞ്ഞാൽ ആ ഗുണങ്ങളിൽ അഭിമാനമുള്ളവൻ, ഇവ എന്ന് പറഞ്ഞാൽ എന്ന വിധത്തിൽ. അപ്പോൾ ഗുണാതീതനായിട്ടുള്ള ഭഗവാൻ തൻ്റെ മായയാൽ ഈ 3 ഗുണങ്ങളിൽ, ഭഗവാൻ ഗുണാതീതനാവുമ്പോഴും ഈ 3 ഗുണങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ പ്രപഞ്ചം. സത്വരജസ് തമോ ഗുണങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രപഞ്ചം. രജോ ഗുണ വൈഭവം ഉള്ള ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ സൃഷ്ടികർമ്മങ്ങൾ നടത്തി സത്വഗുണ രൂപത്തിലുള്ള ഭഗവാൻ മഹാവിഷ്ണു പരിപാലനം നടത്തി തമോ ഗുണ രൂപത്തിലുള്ള ശിവഭഗവാന്റെ രൂപത്തിൽ സംഹാരകർമ്മങ്ങളൊക്കെ നടത്തുമ്പോഴും ഗുണാതീതനായിട്ടുള്ള ഭഗവാൻ ഈ സൃഷ്ടി ചെയ്തിട്ട് അവയിലൊക്കെ ഈ ഗുണത്തിൽ അഭിമാനിക്കുന്നവനാണ് താനെന്ന് തോന്നുന്ന വിധത്തിൽ, എന്നാൽ ഗുണാതീതനായിട്ട് ഇതിനാലൊന്നും യാതൊരു തരത്തിലും ഇതിൻ്റെ ഒന്നും പ്രഭാവം ഏൽക്കാത്തതായിട്ടുള്ള ഭഗവാൻ അന്തഃപ്രവിഷ്ട ആഭാതി. അന്തഃപ്രവിഷ്ട എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പ്രവേശിച്ചവനായിട്ട്, ഓരോ ചരാചരത്തിൻ്റെയും ഉള്ളിൽ ആ ഈശ്വര ചൈതന്യം ഉള്ളതുകൊണ്ടാണ് അത് ആഭാതി, ശോഭിക്കുന്നത്. അപ്പോൾ അതിനുള്ളിലിരിക്കുമ്പോൾ ഈ ഗുണങ്ങളാലൊക്കെ ബന്ധിക്കപ്പെട്ടവനാണ്, ഗുണങ്ങളെ ബാധിക്കുന്നവനാണെന്ന് തോന്നുമെങ്കിലും
ഗുണത്തിനതീതനായ ഭഗവാൻ ഇതിനാലൊന്നും ബാധിക്കപ്പെടുന്നില്ല. അങ്ങനെ ബാധിക്കപ്പെടുന്നതായി തോന്നുന്ന വിധത്തിലുള്ളിൽ ശോഭിക്കുകയാണ് ചെയ്യുന്നത്. വിജ്ഞാനേന വിജൃംഭിത, വിജ്ഞാനേന അറിവുകൊണ്ട്, വിജ്ഞാനം കൊണ്ട്, വിജൃംഭിത വർദ്ധിച്ചവനാകുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഭഗവാൻ തൻ്റെ മായയാൽ സൃഷ്ടിച്ചെടുക്കുന്ന ഈ പ്രകൃതി എന്ന് പറയുന്നത്, ഈ ലോകമെന്ന് പറയുന്നത് 3 ഗുണങ്ങളും നിറഞ്ഞവയാണ്. ആ സൃഷ്ടികർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇവയ്ക്കൊക്കെ ആ ഒരു ശോഭ കൊടുക്കുന്നത്, അതിനൊക്കെ ഒരു നിലനിൽപ്പ് അതിനൊരു അസ്തിത്വം ഉണ്ടാക്കുന്നത് അതിൻ്റെ ഉള്ളിൽ വർത്തിക്കുന്ന ഈ ആത്മസ്വരൂപമായിട്ടുള്ള ഭഗവാനാണ്. അങ്ങനെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ഈ ഗുണങ്ങളുടെ ഒക്കെ ഫലം താൻ അനുഭവിക്കുന്നു എന്ന് തോന്നിപ്പിക്കുമ്പോഴും ഭഗവാനെ അവിടുന്ന് ആ വിശുദ്ധമായ ജ്ഞാനത്താൽ സമ്പുഷ്ടനാണ്, അല്ലെന്നുണ്ടെങ്കിൽ അത് വർദ്ധിച്ചവനാണ് എന്ന് പറഞ്ഞാൽ അങ്ങയിലാണ് എല്ലാ ജ്ഞാനവും കുടികൊള്ളുന്നത് തന്നെ. അങ്ങയിലാണ് ഈ ജഗത്ത് മുഴുവൻ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള അവിടുന്ന് ഈ ജഗത്തിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ നിലനിർത്തുക എന്ന ലക്ഷണത്തോടു കൂടി അങ്ങ് ഒരു ലീലയെ ഇവിടെ ചെയ്യുന്നുവെന്ന് മാത്രം. ഇവിടെ ഭഗവാൻ ഇങ്ങനെ ഒരു ലീല ചെയ്യുമ്പോൾ അങ്ങയുടെ മായയിൽ നിന്നുണ്ടാകുന്ന ഈ ഗുണങ്ങളുടെ കാര്യങ്ങളായിട്ടുള്ള ഈ ആകാശാദി പഞ്ചഭൂതങ്ങളുടെ ഉള്ളിൽ ഈ ഭഗവാൻ തന്നെയാണ് പ്രവേശിച്ചിട്ട് എന്നെ ആശ്രയിച്ചിട്ടാണ് ഈ ആകാശാദി ഭൂതങ്ങൾ നിലനിൽക്കുന്നതെന്നുള്ള അഭിമാനമുള്ളവനെ പോലെ പ്രകാശിക്കുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ ഈ അഭിമാനവും അഹങ്കാരവും ഒക്കെ ഉളവാകുന്നതും ഈ ഈശ്വര ചൈതന്യം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാലാകട്ടെ ഈ ഇതുപോലെയുള്ള ഈ ബോധത്താൽ ഈ അഹങ്കാരമോ അഭിമാനമോ ഒന്നും ഭഗവാനെ ഏൽക്കുന്നില്ല. പക്ഷേ അത് നമ്മളിലുണ്ടാകുന്നത് ഈ ആത്മചൈതന്യം ഉള്ളിലുള്ളത് കൊണ്ടാണ്. മരിച്ചു കിടക്കുന്ന ഒരാളിന് അഭിമാനമില്ല, അഹങ്കാരമില്ല, കോപമില്ല, സന്തോഷമില്ല, സന്താപമില്ല, ഒന്നും തന്നെയില്ല. അപ്പോൾ എപ്പോഴാണോ ഈ ചൈതന്യം വിട്ടുപോകുന്നത്, അപ്പോൾ ജ്ഞാനം ഉൾപ്പെടെയുള്ള അഭിമാനം ഉൾപ്പെടെയുള്ള സർവ്വതും ആ ദേഹത്തിൽ ഇല്ലാതെയാകുന്നു. എന്നാൽ ആ ദേഹത്തിൽ ഇരിക്കുമ്പോഴാകട്ടെ ഇതെല്ലാം ഞാൻ അറിയുന്നവനാണ് എന്നുള്ള അഭിമാനവും ഒരു അഹങ്കാര ബുദ്ധിയും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉളവാക്കുന്നത് തന്നെ ആ ഭഗവാൻ ഉള്ളിലുള്ളത് കൊണ്ടാണ്. നമുക്ക് തോന്നും ഭഗവാനാണോ ഇതൊക്കെ തോന്നുന്നത്? അല്ല, ഭഗവാൻ ഇതിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുന്നതാണ്. ഭഗവാനെ ഇതൊന്നും ബാധിക്കുകയേയില്ല. ഉള്ളിൽ ആ ചൈതന്യമുള്ളപ്പോഴും ചൈതന്യത്തിനല്ല, ചൈതന്യം ഇരിക്കുന്നത് കൊണ്ട് ശോഭിക്കുന്ന ദേഹത്തിനാണ്, ദേഹസംബന്ധമാണ് ഇങ്ങനെയുള്ള അഹങ്കാരവും അഭിമാനാദി വിഷയങ്ങളും ഉണ്ടാകുന്നത്. ഇവിടെ ഒന്നുകൂടി പറഞ്ഞു, വിജ്ഞാനേന വിജൃംഭിത. കാരണം അങ്ങ് എന്ന് പറയുന്നത് വിജ്ഞാനം കൊണ്ട് വർദ്ധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സമ്പുഷ്ടനാണ് എന്ന് പറഞ്ഞാൽ അങ്ങയിലാണ് എല്ലാ അറിവുകളും നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഭഗവാനിൽ നിന്നാണ് ബ്രഹ്മാവ് പോലും സൃഷ്ടിക്കപ്പെട്ടത്. ആ ബ്രഹ്മാവിൻ്റെ കൈകളിലാണ് 4 വേദങ്ങളും ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഭഗവാനിങ്കിൽ നിന്ന് തന്നെയാണ് ഈ വേദങ്ങളൊക്കെ, ഈ അറിവുകളൊക്കെ പുറത്തോട്ട് വന്നത്. അഥവാ ഇതിൻ്റെയും ഒക്കെ ഇരിപ്പിടം ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാന് ഈ പ്രാപഞ്ചികമായിട്ടുള്ള വിഷയങ്ങളിൽ അഭിമാനമോ അല്ലെങ്കിൽ താനാണിത് ചെയ്യുന്നത് എന്നുള്ള ഒരു അബദ്ധധാരണയോ ദേഹത്തിൽ ഇരുന്നു കൊണ്ടുണ്ടാവുന്നില്ല. കാരണം തന്നിൽ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. ഇതെല്ലാം തൻ്റെ തന്നെ ലീലയുമാണ്. തൻ്റെ സങ്കല്പം, ഭഗവാന്റെ സങ്കല്പം കൊണ്ട് തന്നെയാണ് ഇതെല്ലാം നടക്കുന്നതും. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തയാ വിലസിതേഷ്വേഷു ഗുണേഷു ഗുണവാനിവ അന്തഃപ്രവിഷ്ട ആഭാതി വിജ്ഞാനേന വിജൃംഭിത.
ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തയാ വിലസിതേഷ്വേഷു, വിലസിതേഷു യേഷു ആണ് പദം പിരിക്കേണ്ട. ഷ്വേ എന്നുള്ള അക്ഷരം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും, തെറ്റുകൂടാതെ വായിക്കുക. അടുത്തത് അന്തഃപ്രവിഷ്ട, അവിടെ വിസർഗമുള്ളത് കൊണ്ട് തന്നെ പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് വിജൃംഭിത, അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 32ാമത്തെ ശ്ലോകമാണ്. യഥാ ഹ്യവഹിതോ വഹ്നിർദാരുഷ്വേഗഃ സ്വയോനിഷു നാനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ. യഥാ ഹ്യവഹിതോ, യഥ എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ, ഏതൊരു വിധത്തിലാണോ. ഹ്യവഹിതോ, ഹി അവഹിത, രണ്ട് വാക്കുകളാണ് അവിടെ. ഹി എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അവഹിത എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നത്. വഹ്നിർദാരുഷ്വേഗ, വഹ്നി എന്ന് പറഞ്ഞാൽ അഗ്നി. ദാരുഷു ഏക, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. 3 വാക്കുകളുണ്ട്. വഹ്നി, ദാരുഷു, ഏക, 3 വാക്കുകളാണ് അവിടെ വരുന്നത്. വഹ്നി എന്ന് പറഞ്ഞാൽ അഗ്നി, ദാരുഷു എന്ന് പറഞ്ഞാൽ വിറകുകൊള്ളികൾ, ഏക എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. ഏക വഹ്നി എന്ന് പറഞ്ഞാൽ ഒരേ ഒരു അഗ്നി എപ്രകാരമാണോ വിറകുകൊള്ളികൾക്കുള്ളിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നത്, സ്വയോനിഷു, തൻ്റെ തന്നെ ഉൽപ്പത്തി സ്ഥാനങ്ങളായിട്ടുള്ള, നാനേവ ഭാതി വിശ്വാത്മാ, നാനേവ, നാന ഇവാണ്, നാനേവ. നാന എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ബഹുരൂപത്തിലുള്ള, ഇവ എന്ന് പറഞ്ഞാൽ എന്ന പോലെ, ഭാതി എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നു, വിശ്വാത്മാ ഈ വിശ്വത്തിന് മുഴുവൻ ആത്മാവായിരിക്കുന്ന, ഭൂതേഷു സർവഭൂതങ്ങളിലും, ച തഥാ പുമാൻ, തഥാ അപ്രകാരം, പുമാൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ. അപ്പോൾ തൻ്റെ തന്നെ ഉൽപ്പത്തി സ്ഥാനങ്ങളായിട്ടുള്ള ഈ വിറകുകൊള്ളികളിൽ ഒരേ ഒരു അഗ്നി എപ്രകാരമാണോ വയ്ക്കപ്പെട്ടിരിക്കുന്നത്, നമുക്കത് പുറമേ ദൃശ്യമല്ല, പക്ഷെ ആ അഗ്നി എന്ന് പറയുന്നത് ആ വിറകുകൊള്ളികൾക്കുള്ളിൽ തന്നെയുണ്ട് ആ ഒരു ശക്തി, ഊർജം എന്ന് പറയുന്നത്. അത് 2 വിറകുകൊള്ളികൾ ഉരസി 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 നമുക്കറിയാം തീ ഉണ്ടാക്കുന്നത് അല്ലെ, അരണി കടഞ്ഞാണ് തീ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ എപ്രകാരമാണോ വിറകുകൊള്ളികൾക്കുള്ളിൽ തീയ വയ്ക്കപ്പെട്ടിരിക്കുന്നത്, അപ്രകാരം സർവഭൂതങ്ങളിലും സർവചരാചരങ്ങളിലും മനുഷ്യരിലുമൊക്കെ ഭഗവാനെ അവിടുന്ന് ഒരേയൊരു വിശ്വാത്മാവായിട്ടുള്ള ഭഗവാൻ, ഒരേയൊരു ഭഗവാനാണ്. പല രൂപങ്ങളിൽ എന്ന പോലെ ഈ സർവഭൂതങ്ങളിലും ഭഗവാൻ ശോഭിക്കുന്നു. അങ്ങനെ പല രൂപങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ശോഭിക്കുന്നു. ഇതാണ് ഏറ്റവും മഹത്തായ ഒരു തത്വം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിൽ ഭഗവാൻ കുടിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ ദേഹത്തിൽ ഇങ്ങനെ ശോഭിച്ച് നിൽക്കുന്നതില്ലെങ്കിൽ എപ്പോൾ ആ പ്രാണൻ വെടിയുന്നു, എപ്പോൾ ആ ചൈതന്യം ദേഹത്തെ ഉപേക്ഷിക്കുന്നുവോ ദേഹം ഭൂമിയിൽ പതിക്കുന്നു. ഇത് എല്ലാ ചരാചരങ്ങൾക്കും ഇത് ബാധകമാണ്. ഇവിടെയൊക്കെ പല രൂപത്തിലും ഭാവത്തിലും ഓരോ സൃഷ്ടികളും അല്ലെ, മനുഷ്യർ തന്നെ നമ്മൾ ഒരു ഗ്രാമത്തിലെ എടുത്താൽ തന്നെ ഒരാളെ പോലെ വേറെ ഒരാൾ ഉണ്ടാവില്ല. എല്ലാം വ്യത്യസ്തങ്ങളായ നിറങ്ങളും രൂപങ്ങളും ഭാവങ്ങളും ഗുണങ്ങളും സ്വഭാവങ്ങളും ഒക്കെയുള്ളവരാണ്. അങ്ങനെ നോക്കിയാൽ ഭഗവാൻ എന്ന് പറയുന്നത് ഈ ഒരു ചൈതന്യം ഓരോ ദേഹത്തിലും ഇരുന്നു കൊണ്ട് പല രൂപത്തിലും ഭാവത്തിലും തോന്നിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഇതിൻ്റെ മുഴുവൻ ഉള്ളിൽ കുടികൊള്ളുന്നത്
സർവഭൂതങ്ങളിലും കുടികൊള്ളുന്നത്, ആത്മാവായി കുടികൊള്ളുന്നത് ആ ഒരേയൊരു ഭഗവാൻ തന്നെയാണ്. ഒരേയൊരു അഗ്നി എപ്രകാരമാണോ പല വൃക്ഷങ്ങളുടെയും പല തരത്തിലുള്ള വിറകുകൊള്ളികളിൽ ഒളിഞ്ഞിരിക്കുന്നത്, വയ്ക്കപ്പെട്ടിരിക്കുന്നത്, അഗ്നിക്ക് ഒരേയൊരു ഭാവമേ ഉള്ളൂ അല്ലേ? അതെല്ലാത്തിനെയും തന്നിലേക്ക് എടുക്കുകയും ചെയ്യും, സ്വീകരിക്കുകയും ചെയ്യും. ശുദ്ധീകരിക്കേണ്ടതിനെ ശുദ്ധീകരിച്ച് പുറത്തേക്ക് നൽകുകയും ചെയ്യും. അല്ലാത്തതിനെ തന്നോട് തന്നെ ലയിപ്പിച്ച് ചേർക്കുന്നു. അപ്പോൾ കാലം കഴിയുമ്പോൾ ഇതെല്ലാം ഭഗവാനിൽ തന്നെ എല്ലാ സർവ്വചരാചരങ്ങളും വന്ന് ലയിക്കുന്നു. അവിടെ ശുദ്ധീകരിക്കപ്പെട്ടവയൊക്കെ ആ വൈകുണ്ഠലോകത്ത് ഭഗവാനോടൊപ്പം കുടികൊള്ളുന്നു. സർവസമയവും സദാ ഭഗവാനെങ്കിൽ തന്നെ മനസ്സിനെ ചേർത്ത് വെച്ച് അവരപ്പോഴും ആ ഭഗവാനിൽ ആനന്ദമഗ്നരായിട്ട് അങ്ങനെ കുടികൊള്ളുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യഥാ ഹ്യവഹിതോ വഹ്നിർദാരുഷ്വേഗഃ സ്വയോനിഷു നാനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഹ്യവഹിതോ, ഹ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ വഹ്നിർദാരുഷ്വേഗ, അവിടെ ദ കൂട്ടക്ഷരമാണ്. അതുപോലെ ദാരുഷു ഏക, ദാരുഷ്വേഗ. ആ ഷ്വേ എന്ന അക്ഷരം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 33-ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.